കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, കാരുണ്യനാഥേ, ഈശോയുടെ എന്നും വിശ്വസ്തയായിരുന്നവളെ, നിന്റെ പ്രിയപുത്രന്റെ ദുഃഖകരമായ കാൽപ്പാടുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് നിന്റെ പുത്രന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിനായ കർത്താവിന്റെ തിരുമുറകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തിരുവനന്തപുരം ജില്ലയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ക്രൂശ് മരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ വണങ്ങി ആരാധിക്കുന്നു. എല്ലാ മാനുഷിക വിലയിരുത്തലുകളെയും എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അന്യായമായി ആരെയും വിധിക്കാതിരിക്കുവാനും കഠിന വിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ ക്രൂശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കൊല്ലം ജില്ലയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മുൾക്കിരീടവും ചുമന്ന മേലങ്കിയും ധരിച്ച യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഭാരമേറിയ ശ്ലീബാമരം ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും സഹനങ്ങളും ക്ഷമയോടെ സഹിച്ച് അങ്ങയെ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം കുരിശുകൊണ്ട് വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പത്തനംതിട്ട ജില്ലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. എന്നിട്ടും അനേകരുടെ പാവഭാരം അവൻ പേറി. അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ക്രൂശും കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഏറ്റവും നിസ്സാരവും ബോധപൂർവവുമായ അവിശ്വസ്തതയിലും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം, ഈശോ മിശിഹ തന്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആലപ്പുഴ ജില്ലയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. അവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധ മാതാവ് അങ്ങേ എതിരെ വരുന്നത് കണ്ട് പറഞ്ഞൊപ്പിക്കാനാവാത്ത ദുഃഖ സങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നിന്റെ പ്രിയപുത്രന്റെ ക്രൂശ് യാത്രയിൽ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ സഹന നിമിഷങ്ങളിലും പ്രത്യേകിച്ച് മരണനേരത്തും ഞങ്ങളോട് ചേർന്ന് നിൽക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അഞ്ചാം സ്ഥലം, ശിമയോൻ ഈശോ മിശിഹായെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോട്ടയം ജില്ലയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന ശിമയോൻ എന്ന ഒരു ഗൗരീനക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നുകൊണ്ട് വരുവാൻ നിർബന്ധിച്ചു.
കാരണവാനായ ഈശോയെ, അങ്ങേ ക്രൂശ് ചുമക്കുന്നതിന് ശിമയോൻ എന്ന മഹാത്മാവ് സഹായിച്ചതിനെ ധ്യാനിച്ച് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തയും വാക്കുകളും പ്രവൃത്തികളും പൂർണ്ണമായും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ. ഞങ്ങളുടെ കുരിശുകളായ ദുഃഖസങ്കടങ്ങളെ നല്ല മനസ്സോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 6-ാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, വെറോനിക്ക അങ്ങയെ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഗുരുനാഥ, ഞങ്ങളുടെ കണ്ണും കരങ്ങളും മധുരങ്ങളും ഹൃദയവും എപ്പോഴും കരുണാർദ്രമായിരിക്കുവാൻ കൃപ ചെയ്യണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 7-ാം സ്ഥലം ഈശോ മിശിഹാ 2-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. എറണാകുളം ജില്ലയെ ഓർത്ത് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തതെന്ന് നാം കരുതി. കാരണവാനായ ഈശോയെ, അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ പാപത്തിൽ വീണുപോയാൽ ഉടൻ തന്നെ എഴുന്നേൽക്കുവാനും നിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 8-ാം സ്ഥലം ഈശോ മിശിഹാ ഓർസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. തൃശൂർ ജില്ലയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെ നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ നോക്കി കരയുന്ന ഓസ്ലേം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വിശുദ്ധ മാമോദീസായ്ക്കും വിശ്വാസത്തിന്റെ കൃപയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാവങ്ങളെ കുറിച്ച് എപ്പോഴും മനസ്താപപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളണമേ. ആമേൻ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 9-ാം സ്ഥലം ഈശോ മിശിഹാ 3-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. പാലക്കാട് ജില്ലയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ഒരതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. അവൻ ക്ഷതമേൽക്കണമെന്ന് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാവപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്ലീഹാമരത്തിൽ കീഴിൽ വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് സ്വന്തമായുള്ളതെല്ലാം പൂർണ്ണമായി നിനക്ക് നൽകുന്നു. ഞങ്ങൾ ശാപദോഷത്തോടെ മരിച്ച് നിത്യനരകത്തിൽ വീഴാതിരിക്കുവാൻ കൃപ ചെയ്തരുളണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. മലപ്പുറം ജില്ലയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. കാരുണ്യവാനായ ഈശോയെ,
അങ്ങേ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പുനീര് കുടിപ്പിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സകലത്തിലും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങിയ ഈശോയുടെ ദിവ്യ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയം പോലെ ആക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം, ഈശോമിശിഹാ ക്രൂശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. തലയോടിടം എന്ന് അർത്ഥമുള്ള ഗോൽഗത്തായിൽ അവർ അവനെ കൊണ്ടുവന്നു. അവർ അവനെ ക്രൂശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്ലീവാമരത്തിന്മേൽ തറയ്ക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഓ ഏറ്റവും പരിശുദ്ധമായ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ നിറവിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക ഭാഗ്യത്തെ മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം, ഈശോമിശിഹാ ക്രൂശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വയനാട് ജില്ലയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കാരണവാനായ ഈശോയെ, അങ്ങ് ക്രൂശ് മരത്തിന്മേൽ മരിക്കുന്നതിനെ ഞങ്ങൾ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷ നിന്റെ ഹൃദയത്തിന്റെ അഗാധങ്ങളിൽ ഞങ്ങളെ മറയ്ക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ചും ദൈവേഷ്ട പ്രസാദത്തോടുകൂടി മരിച്ച് മോക്ഷത്തിൽ അങ്ങയോട് കൂടി ഒന്നിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം, ഈശോമിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അരിമത്യാക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റുവാൻ പിലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പിലാത്തോസ് അനുവാദം നൽകി. കാരണവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം ശ്ലീവായിൽ നിറക്കി അങ്ങേ വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിന്റെ കാരണത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിന്റെ വ്യാകുലതകളും പതിപ്പിച്ചരളണമേ. അങ്ങയോട് ഞങ്ങൾ അരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം, ഈശോമിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാസർഗോഡ് ജില്ലയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതുക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ച് അവർ പോയി. കാരണവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടയ്ക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങയെ സ്നേഹിച്ചു. ഞങ്ങളെ ഭരമേൽപ്പിച്ചിരുന്ന ഒരാത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് മനോഗണം ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ ദൈവമേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തരുന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായത്തിന്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങയുടെ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ
അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗമനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. ഞങ്ങളെ അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും ക്രൂശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷ കൊള്ളണമേ. ആമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾക്കൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. വനത്തിലൂടാനയിച്ചു ഞാൻ അന്നമായി വിൺമന്ന തന്നില്ലേ. അതിനെല്ലാം നന്ദിയായി നിങ്ങൾ കുരിശല്ലോ നൽകിടുന്നിപ്പോ. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾക്കൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മോടൊത്ത് വചനം പങ്കുവയ്ക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ സ്നേഹ MSJ ആണ്. പ്രിയപ്പെട്ട സിസ്റ്ററെ, ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യാം. ബറാബാസിനെ സ്വതന്ത്രമാക്കിയ ക്രിസ്തു എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. സിസ്റ്ററെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. കാണുകയും ചെയ്യാം അല്ലേ? ഓക്കെയാണ് സിസ്റ്ററെ. ഓക്കെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മള് ഈ സമയം ഈശോയുടെ പീഡാസഹനത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈശോയുടെ പീഡാസഹനത്തിന്റെ യോഗ്യതയുടെ ഫലമായിട്ട് ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങള് നമ്മുടെ ആത്മാവിലേക്ക് കൃപാവരങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധന്യമായ മുഹൂർത്തത്തിലാണ് നമ്മൾ അല്പസമയം ദൈവവചനം കേൾക്കുന്നത്. ഈ അനുഗ്രഹദായകമായ നിമിഷത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിന് 14-18 തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ബറാബാസിനെ സ്വതന്ത്രനാക്കുന്ന ക്രിസ്തു. ഇവിടെ ബറാബാസ് ആരാണ് എന്നതാണ് നമുക്കറിയാം. ബറാബാസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ അപ്പന്റെ മകൻ, പിതാവിന്റെ പുത്രൻ എന്നാണ്. ബറാബാസ് യഹൂദരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിപ്ലവം നടത്തി പിടിക്കപ്പെട്ട് തടവിൽ ഒരു കൊലയാളിയായും വിപ്ലവകാരിയായും
കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും സമൂഹത്തിന്റെ തിന്മകളിൽ കൂട്ടിയേർന്ന് തിന്മകൾക്കെല്ലാം അടിമപ്പെട്ട് കിടന്ന തടങ്കിലായിരുന്ന ഒരു മനുഷ്യനാണ്. ജനക്കൂട്ടം ഇവിടെ ഈ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. ജനക്കൂട്ടം ഒന്നടങ്കം ആർത്ത് വിളിച്ച് ആക്രോശിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്: ബറാബാസിനെ വിട്ടയക്കുക, യേശുവിനെ ക്രൂശിക്കുക. അപ്പൊ യേശു ബറാബാസിന് വേണ്ടി അല്ലെ ബറാബാസിന് പകരം ക്രൂശിക്കപ്പെടാൻ പോകുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. ഈശോ ആരാണെന്ന് നമുക്കറിയാം. ഈശോ നമ്മുടെ രക്ഷകനാണ്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തില് 12-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: ആകാശത്തിന് കീഴെ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം അത് യേശു എന്ന നാമമാണ്. അപ്പം ബറാബാസിനെ വിട്ടയക്കാനും യേശുവിനെ ക്രൂശിക്കാനും ജനം ആവശ്യപ്പെടുമ്പോൾ ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ബറാബാസിന് ഒരിക്കലും മനുഷ്യന്റെ രക്ഷകരാകാൻ സാധിക്കുകയില്ല. ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഈശോയാണ്. അപ്പൊ ഈശോയുടെ കുരിശുമരണത്തിലൂടെ നമുക്ക് ലഭിച്ച രക്ഷ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, ബറാബാസ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഓരോരുത്തരുടെയും ലോകത്തിലുള്ള ഓരോ മനുഷ്യന്റെയും പ്രതിനിധിയാണ്. നമ്മളെ പോലെ അല്ലെങ്കിൽ നമ്മള് പലതരത്തിലുള്ള പാപത്തിന്റെ തിന്മയുടെ ബന്ധനങ്ങളിൽ കഴിയുന്നവരാണ്. അപ്പൊ അവിടെ ഒരു മോചനം, സ്വതന്ത്രരാകുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകത്തിന്റെ കാഴ്ചപ്പാടിലുള്ള ഒരു സ്വതന്ത്രമാക്കപ്പെടലല്ല, മറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കല്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാമത്തെ തിരുവചനം പോലെ 36 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: സത്യം നിങ്ങളെ സ്വതന്ത്രരാകും, സത്യം നിങ്ങളെ സ്വതന്ത്രരാകും. അപ്പൊ ആ സത്യം എന്താണ്? നമ്മുടെ സ്വാതന്ത്ര്യമാക്കുന്ന സത്യം എന്താണെന്ന് ചോദിച്ചാൽ അത് യേശുക്രിസ്തുവാണ്. യേശുവാകുന്ന ഏക രക്ഷകന് മാത്രമേ പാപത്തിന്റെയും തിന്മയുടെയും അടിമത്തത്തിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും സ്വതന്ത്രരാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈശോ പറയുന്നുണ്ട്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അപ്പം സത്യം എന്ന് പറയുന്നത് യേശുവാണ്. യേശുവിന്റെ കുരിശിലെ ബലിയാണ് സത്യം. ആ ബലിയിലൂടെയാണ് ഓരോ മനുഷ്യനും പെടേണ്ടത്. നമ്മൾ കാണുന്ന കാൽവരിയിലെ യേശുവിന്റെ കുരിശുമരണം, പീഡാസഹനം, ഉത്ഥാനം, ഇതൊന്നും വെറും ഒരു സ്വപ്നമല്ല, ഒരു മായയല്ല, മറിച്ച് സത്യമാണ്. ഈ സത്യത്താലാണ്, കർത്താവിന്റെ കുരിശിലെ ബലിയുടെ സത്യത്താൽ, വിശുദ്ധ കുർബാന എന്ന മഹാസത്യത്താലാണ് ഈശോ നമുക്ക് വേണ്ടി അനുഭവിച്ച എല്ലാ പാടുപീടുകളും കുരിശുമരണവും ഇതെല്ലാമാണ് സത്യം. ഇതാണ് ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതി. ഈ രക്ഷാകരമായ പദ്ധതിയിലൂടെയാണ് ഈ ബറാബാസിനെ പോലെ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ ദൈവ പൈതലും സ്വതന്ത്രമാക്കപ്പെടുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ യേശുവിനെ നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നു. യേശു എന്റെ രക്ഷകനാണ്, യേശു എനിക്ക് വേണ്ടി, ഞാൻ പാപിയാണ്, എന്നാൽ എന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. എനിക്ക് പകരക്കാരനായി ഈശോ മരിച്ചു. എനിക്ക് പകരക്കാരനായി ഈശോ മരിച്ച് എന്റെ പാപങ്ങളിൽ നിന്നെല്ലാം എന്നെ മോചിപ്പിക്കുക. എഫേസ്യർക്കാർക്ക് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് 2:4 നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമരനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. അപ്പൊ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന ചോദ്യത്തിന് ദൈവം നൽകിയ ഉത്തരമാണ് കാൽവരിയിലെ കുരിശ്. ഈ കാൽവരിയിലെ കുരിശിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷ ഈശോ സാധിച്ചത്. അതുകൊണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മൾ വായിക്കുന്നുണ്ട്: തന്റെ ഏകജാതിനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പം ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് യേശു ക്രിസ്തു വഴി ലോകം രക്ഷ പ്രാപിക്കാന്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല, വിശ്വസിക്കാത്തവനോ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് തിരുവചനം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മള് ശിക്ഷാവിധിയിൽ നിന്നും, എല്ലാ വിധത്തിലുള്ള അടിമത്തങ്ങളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും, പാപത്തിന്റെ പരിണതപരമായിട്ട് നമുക്ക് ലഭിക്കാവുന്ന ശാപം, തിന്മ, ദുരന്തം, എല്ലാത്തിൽ നിന്നും ക്രിസ്തുവിന്റെ കുരിശുമരണം നമ്മളെ ഓരോരുത്തരെയും വിമോചിപ്പിച്ചിരിക്കുക.
അതുകൊണ്ടാണ് കൊളോസസ്സുകാർക്ക് എഴുതിയ ലേഖനം 1:13 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്നും അവിടുന്ന് നമ്മളെ മോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അതെ, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് മരിച്ചപ്പോൾ, പീഡകൾ ഏറ്റെടുത്തപ്പോൾ, നമുക്ക് പകരക്കാരായി തീർന്നപ്പോൾ, നാം എല്ലാ പാവത്തിന്മകളുടെയും ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ദൈവരാജ്യം സ്വീകരിക്കാൻ അർഹരായി തീരുകയും ചെയ്തു. കൊളോസസ്സുകാർക്ക് എഴുതിയ ലേഖനം 2:14 അതിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഗണന പാത്രമാക്കി. അതായത് പൈശാചിക ശക്തികളുടെ എല്ലാ വിധത്തിലുള്ള അടിമത്തത്തിൽ നിന്നും ഓരോ ദൈവ പൈതലും യേശു ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ, അവിടുത്തെ കുരിശുമരണത്തിന്റെ അനന്തമായ യോഗ്യത വഴി വിമോചനം പ്രാപിക്കുകയാണ്. യേശു വന്നത്, ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ്. ആ പാപിക്ക് രക്ഷ നേടിക്കൊടുത്തത് യേശുവിന്റെ കുരിശുമരണത്തിലൂടെയാണ്. അപ്പൊ യേശുവാണ് നമ്മുടെ രക്ഷകൻ. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിരിക്കുന്നവർക്ക്, യേശുവിൽ വിശ്വസിച്ചിരിക്കുന്നവർക്ക് എപ്പോഴും ആ ദൈവരാജ്യത്തിലേക്കുള്ള ആ പ്രവേശനമുണ്ട്. കൊറോന്തോസുകാർക്ക് എഴുതി 1-ാം ലേഖനം 6:20 നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. യേശുവിന്റെ രക്തവും ജീവനും യേശു വിലയായി കൊടുത്ത് പിശാചിന്റെ അടിമത്തിൽ നിന്ന്, നാശത്തിന്റെ പടുകുഴിയിൽ നമ്മളെ ഓരോരുത്തരും വീണ്ടെടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അപ്പൊ നമ്മൾ ഇനി ക്രിസ്തുവിൻ്റെതാണ്. അതുകൊണ്ട് പത്രോസിനെയും പറയുന്നു, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ ഓരോരുത്തരും സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. പാപത്തിന്റെ പരിണതഫലമായിട്ടുണ്ടായ എല്ലാ മുറിവിൽ നിന്നും നിരാശ, കുറ്റബോധം, എല്ലാ ദുഃഖം, സങ്കടം, നമ്മളെ ഇങ്ങനെ എപ്പോഴും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള ജഡത്തിന്റെ എല്ലാ ആസക്തികളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള തിന്മകളുടെ ബന്ധനങ്ങളിൽ നിന്നും നമ്മളെ ഈശോ തന്റെ മുറിവിനോട് ചേർത്ത് പിടിച്ച് ഓരോ നിമിഷവും സൗഖ്യപ്പെടുത്തുകയാണ്. അവിടെ യോഹന്നാൻ സ്ലീഹ എഴുതി 1-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1-ാം അധ്യായം 7 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മൾ സത്യമില്ല എന്ന് വരും. പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ പാപങ്ങൾ ക്ഷമിച്ച് നാം ശുദ്ധീകരിക്കപ്പെടും. യേശുവിന്റെ കുരിശുമരണത്തിന്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്ന പാപമോചനവും വിടുതലും രക്ഷയും സ്വാതന്ത്ര്യവും സൗഖ്യവും അനുഭവിക്കാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർക്കാം, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായ, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയായി തീർന്നുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, കെട്ടുപാടുകളിൽ നിന്നും, ദുശീലങ്ങളിൽ നിന്നും, ജഡീയ ആസക്തികളിൽ നിന്നും, ദുഃഖ നിരാശകളിൽ നിന്നും ഒക്കെ മോചിപ്പിക്കുന്ന യേശുവിന്റെ ആ സ്നേഹം. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നു. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് എന്നാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. അപ്പം ദൈവം ക്രിസ്തുവിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നേടിത്തന്ന ആ സ്വാതന്ത്ര്യത്തില് നമ്മൾ നിലനിൽക്കണം. അടിമത്തത്തിന്റെ മുഖത്തിന്, പിശാചിന്റെ പ്രേരണകൾക്ക്, പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് നമ്മൾ അടിമപ്പെടാതെ നമ്മള് ക്രിസ്തുവിനോട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ സ്വാതന്ത്ര്യം, അത് ഓരോ കുദാശകളിലൂടെയുമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ കുർബാനയിലൂടെയും വിശുദ്ധ കുംഭസാരത്തിലൂടെയും ഒക്കെ യേശുവിന്റെ രക്ഷയുടെ, യേശുവിന്റെ കുരിശിലെ ബലിയുടെ അനന്തരഫലം നമ്മൾ സ്വന്തമാക്കുകയാണ്. അങ്ങനെ ഓരോ കുദാശകളും നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ വിടുതലും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിർത്തിക്കൊണ്ട് നിത്യജീവനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ജീവിതയാത്ര ഏറ്റവും സന്തോഷത്തോടെ തുടരാൻ ദൈവത്തിന്റെ കൃപ നമ്മുടെ ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്ററെ. ഒത്തിരി തിരക്കുകളുടെ ഇടയിൽ ഇന്ന് നമ്മളോടൊപ്പം ആയിരുന്ന സ്നേഹ സിസ്റ്ററിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം. സിസ്റ്ററിനെയും സിസ്റ്ററിന്റെ ശുശ്രൂഷ മേഖലകളെയും എല്ലാം നമുക്കിപ്പോൾ ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. സിസ്റ്ററിന്റെ ശുശ്രൂഷകൾ കൂടുതൽ ദൈവകൃപ നിറഞ്ഞതും അനേകരെ വിശ്വാസത്തിൽ, പ്രത്യാശയിൽ, അഭിഷേകത്തിൽ നിറയ്ക്കുന്നതുമായി തീരട്ടെ എന്ന്
നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു നിമിഷം സിസ്റ്ററിനെ ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവെ സ്തുതിക്കുന്നു, ദൈവമേ നന്ദി പറയുന്നു, ദൈവമേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. ഈ നിമിഷങ്ങളില് നമ്മൾ കേൾക്കുകയായിരുന്നു ബറാബാസിനെ സ്വതന്ത്രമാക്കിയ ക്രിസ്തുവിന്റെ ആ പ്രവൃത്തി. നമുക്കറിയാം ബറാബാസ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിനിധി ആയിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തു നൽകുന്ന അതാണ് നമ്മളെ ഓർമ്മിപ്പിച്ചത്. ക്രിസ്തുവിന്റെ മരണം നമ്മെ എല്ലാ തരത്തിലുള്ള അടിമത്തങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയാണ്. കൊലപാതകത്തിനും അതിക്രമത്തിനുമൊക്കെയായി ജയിലിൽ അടയ്ക്കപ്പെട്ട ബറാബാസിനെ ക്രിസ്തുവിന് പകരക്കാരനായി പീലാത്തോസ് മോചിപ്പിച്ചുകൊണ്ട് ലോകത്തോട് പറയുകയാണ് ഇരുന്നു, നമ്മുടെ ഓരോരുത്തരുടെക്കുമുള്ള മോചനം ഏത് തരത്തിലുള്ള പാപത്തിന്റെ അവസ്ഥയിലായിരുന്നാലും അതിൽ നിന്നെല്ലാം നമ്മളെ മോചിപ്പിക്കുന്നവനാണ് ക്രിസ്തു എന്ന ആ വലിയ യാഥാർത്ഥ്യം അവിടെ നമുക്ക് പീലാത്തോസിലൂടെ വെളിപ്പെട്ട് കിട്ടുകയാണ്. അതിലൂടെ ബറാബാസിന്റെ സ്വാതന്ത്ര്യം നമ്മെ ഓരോരുത്തരെയും സന്തോഷിപ്പിക്കുന്നതാണ്. കാരണം ബറാബാസിനോടൊപ്പമോ അല്ലെങ്കിൽ തത്തുല്യമായതുമായ പാപത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്ന നമ്മളെയും ക്രിസ്തു സ്വതന്ത്രരാക്കിയിരിക്കുന്നു. അവന്റെ മരണത്താൽ നാം സ്വാതന്ത്ര്യം പ്രാപിച്ചു. അവന്റെ മരണത്താൽ നാം രക്ഷ നേടി. അവന്റെ മരണത്താൽ നമ്മുടെ ആദ്യ മാതാപിതാക്കളുടെ പാപത്തിലൂടെ നമുക്ക് നഷ്ടമായ പർദീസായും നിത്യജീവനും ദൈവരാജ്യ അനുഭവം എല്ലാം യേശു ക്രിസ്തു നേടിത്തന്നിരിക്കുകയാണ്. നമുക്ക് ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. അവന്റെ കാരുണ്യത്തെ നമുക്കിപ്പോൾ ഓർക്കാം. എത്ര വലിയ സ്നേഹമാണ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ദൈവമക്കളായി തീരത്തക്ക വിധത്തിൽ അവിടുന്ന് നമ്മളെ ഉയർത്തി. അവൻ എന്തെല്ലാം തരത്തിലുള്ള പാപത്തിന്റെ അടിമത്തങ്ങൾ നമ്മുടെ മേലുണ്ടായിരുന്നുവോ, ഏതൊക്കെ തരത്തിലുള്ള മേഖലകളിലെ അടിമത്തങ്ങൾ, ജഡത്തിന്റെ മേഖലയിൽ, ആത്മീയ മേഖലയിൽ, ഭൗതിക മേഖലയിൽ, നമ്മുടെ ജീവിതവും ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സകല മേഖലകളിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, ആ കാരുണ്യത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരെല്ലാം വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് ഈ പ്രാർത്ഥനയിൽ ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ ഒരു ദൈവാനുഭവം നമ്മളിൽ ഉണ്ടാകുവാൻ വേണ്ടി, നമ്മുടെ മേൽ ഇനിയും വിട്ടുമാറാതെ നിൽക്കുന്ന നമ്മുടെ പാപവാസനകള്, നമ്മുടെ തഴക്കദോഷങ്ങള്, നമ്മളെ എന്തൊക്കെയാണോ അടിമപ്പെടുത്തിയിരിക്കുന്നത് അവയെല്ലാം ഇപ്പോൾ യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ, നിന്റെ തിരുരക്തത്താൽ എന്നെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കണമേ. കാൽവരിയിലെ ആ പരിശുദ്ധ രക്തം, ലുങ്കിനോസിന്റെ കണ്ണിനെ തുറന്ന ആ തിരുരക്തം ഇന്ന് ഞങ്ങളുടെ ആത്മീയ അന്ധതകളെ നീക്കുവാനായി, ഞങ്ങളുടെ അന്തരാത്മാവിന്റെ നേത്രങ്ങളെ തുറക്കുവാനായി കർത്താവെ ആ തിരുരക്തം ഞങ്ങളുടെ ആന്തരിക അവയവങ്ങളിലേക്ക്, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക്, ഞങ്ങളുടെ ചിന്തയിലേക്ക്, ഞങ്ങളുടെ മനസ്സിലേക്ക്, ഞങ്ങളുടെ ബുദ്ധിയിലേക്ക് ഒഴുക്കണമെന്ന് നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ആ തിരുരക്തം നമ്മളെ സ്വതന്ത്രമാക്കട്ടെ. യേശുവിന്റെ അടിപ്പിണരുകളാല് നമുക്ക് സൗഖ്യവും വിടുതലും ലഭിച്ചു കഴിഞ്ഞതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു തന്റെ ക്രൂശ് മരണത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും പാപത്തിന്റെയും ശാപത്തിന്റേതുമായ സകല അടിമത്തങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. എങ്കിലും നാം ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുകയോ അത് വേണ്ടവണ്ണം സ്വീകരിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് ഇന്നും പലതരത്തിലുള്ള അടിമത്തത്തിന്റെ കീഴിലാണ് നാം ആയിരിക്കുന്നെങ്കിൽ അവയെല്ലാം ഇപ്പോൾ യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമുക്ക് ഒരിക്കൽ കൂടി അവിടുത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഞങ്ങളെ സ്വതന്ത്രമാക്കിയ, ഞങ്ങളെ വിടുവിച്ച, ഞങ്ങൾക്ക് സൗഖ്യം നൽകി അങ്ങയുടെ സ്നേഹത്തിനെ, അങ്ങയുടെ വിടുതലിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവെ, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നൽകിയിരിക്കുന്ന സൗഖ്യവും വിടുതലും അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന്റെ ഞെരുക്കള അവസ്ഥകളെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് നൽകിയ രക്ഷയെ വിശ്വസിക്കുവാൻ, ആ രക്ഷ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുവാൻ, അതിരം കൊണ്ട് ഏറ്റുപറയുവാനും ഹൃദയം കൊണ്ട് സ്വീകരിക്കുവാനും, അങ്ങനെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഞങ്ങളുടെ സമൂഹ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ആ അടിമത്തങ്ങളും പീഡനങ്ങളുടെയും ചങ്ങലകളെല്ലാം അഴിഞ്ഞു മാറ്റപ്പെട്ടതാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാൻ, അങ്ങനെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിച്ച് സ്വർഗരാജ്യവും നിത്യജീവനും ലക്ഷ്യമാക്കി ഈ ലോകത്തിൽ ജീവിച്ച് അനേകരെ വിശ്വാസത്തിൽ പ്രത്യാശയിൽ വളർത്തുന്നവരായി
വിശ്വസ്തരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ യാതൊരു വ്യവസ്ഥകളുമില്ലാതെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ ഈ സ്നേഹം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ പാപാവസ്ഥകളെ എല്ലാം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. യേശുവിന്റെ ക്രൂശീകരണത്തിലൂടെ ഈ പാപാവസ്ഥകളിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ചതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങളത് ഏറ്റുപറഞ്ഞ് അംഗീകരിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ ഏറ്റുപറച്ചിലും അംഗീകാരം വെച്ചുള്ള ഈ പ്രഖ്യാപനത്തെയും ഇപ്പോൾ സ്വീകരിച്ച് അങ്ങയുടെ ആ സൗജന്യമായ രക്ഷ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുകയും ഞങ്ങളുടെ പാപങ്ങളെ കുറിച്ച് അനുദപിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ പകരുമല്ലോ. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അതിന്റെ വരദാനങ്ങളാൽ നിറഞ്ഞ് ഞങ്ങൾ അപ്രകാരമുള്ള ഒരു സമൂഹത്തോട് ചേർന്ന് ജീവിച്ച് ദൈവരാജ്യവും നിത്യജീവനും ലക്ഷ്യമാക്കുവാനും ആ ലക്ഷ്യത്തിൽ ജീവിക്കുവാനും അനേകരെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിന് തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ ഉൾവിളികളെ, ഞങ്ങളുടെ ആന്തരിക മുറിവുകളെ, ഞങ്ങളുടെ വൈകാരികമായ മുറിവുകളെ, ഞങ്ങളുടെ പിന്നോട്ട് വലിക്കുന്ന തെറ്റായ ബോധ്യങ്ങളെ, ചിന്തകളെ എല്ലാം കർത്താവേ നിന്റെ തിരുരക്തത്താൽ കഴുകി സുഖപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സകല പാപ അവസ്ഥകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുരക്തം ഇപ്പോൾ ഒഴുകട്ടെ. കർത്താവേ, ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന മക്കളുടെ ഹൃദയവേദനകളെ, നൊമ്പരങ്ങളെ, ആകുലതകളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഈശോയെ, എല്ലാം ഏറ്റെടുക്കണമേ. കടബാധ്യതയാൽ വേദനിക്കുന്ന മക്കളുണ്ട്, അവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കടുത്ത നിരാശയിൽ കഴിയുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ക്രിസ്തുവെ, അങ്ങാകുന്ന പ്രത്യാശ അവരുടെ ഹൃദയങ്ങളിൽ നിറയുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരെയും അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കാത്തവര്, അംഗീകാരം ലഭിക്കാത്തവര്, ഇങ്ങനെയുള്ള പലവിധ വേദനകളിലായിരിക്കുന്നവരെ കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബത്തിൽ ഒരു സമാധാനമില്ലാത്ത വ്യക്തികളെ സമർപ്പിക്കുന്നു. പലവിധത്തിലുള്ള പാപത്തിന്റെ അടിമത്തത്തിൽ തഴക്കദൂഷ്യങ്ങളിലായിരിക്കുന്ന മുഴുവൻ മക്കളെയും കർത്താവെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ഇപ്പോൾ വെക്കുന്നു. അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലെ പ്രയാസങ്ങള്, രോഗാവസ്ഥകള് എല്ലാം ഞങ്ങൾ ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇവരുടെ ഈ ഇന്നത്തെ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ നിയോഗങ്ങളുണ്ട്. ഈശോയെ, ആ നിയോഗങ്ങളെ എല്ലാം ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുകയാണ്. ആ നിയോഗങ്ങളുടെ മേലെല്ലാം അങ്ങയുടെ കൃപയുടെ ശക്തി പ്രവർത്തിക്കുവാനും കർത്താവെ അവരുടെ ആ നിയോഗങ്ങളെ അങ്ങ് ആശീർവദിക്കുകയും ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഹോളി ഹോം മിനിസ്ട്രിയെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷ ചെയ്ത ഓരോ ശുശ്രൂഷകരെയും സമർപ്പിക്കുന്നു. വരും ദിവസങ്ങളിലെ ശുശ്രൂഷകരെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയെ സംബന്ധിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. അനേകർക്ക് ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് അനേകരുടെ ഹൃദയങ്ങളെ അങ്ങ് സ്പർശിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശേഷം ഞങ്ങള് ആഗോള സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാർപ്പാപ്പായെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യാസിനികളെയും ആത്മായ പ്രേക്ഷിതരെയും കുടുംബങ്ങളെയും വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓരോ ഇടവകകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകമായി ഞങ്ങൾ അംഗങ്ങളായിരിക്കുന്ന ഇടവകളെ, ഞങ്ങൾ അംഗങ്ങളായിരിക്കുന്ന കൂട്ടായ്മകളെ, ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലത്തെയും ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സ്വാതന്ത്ര്യം കൊണ്ടും നിന്റെ പ്രത്യാശ കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, നിന്റെ വിമല ഹൃദയത്തോട് ഞങ്ങളുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാം ഉയർത്തി ചേർത്ത് വയ്ക്കുകയാണ്. അമ്മേ, തിരുക്കുമാരന്റെ സന്നിധിയിൽ ഒന്നുണർത്തിക്കണമേ. കാനായിലെ ഭവനത്തിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ അത് പുത്രന്റെ പക്കൽ ഉണർത്തിച്ച പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്നേഹത്തിന്റെ വീഞ്ഞുകൾ പറ്റിപ്പോയ അവസ്ഥകൾ ഉണ്ടെങ്കിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഞങ്ങളുടെ മക്കൾ കർത്താവിന്റെ ഹിതമനുസരിച്ചല്ലാതെ ജീവിക്കുന്നവരാണെങ്കിൽ അവരെയൊക്കെ ദൈവഹിതത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായ അമ്മേ, അവിടുത്തെ ആ പുത്രന്റെ വാഗ്ദാനങ്ങളെ പൂർണ്ണമായി വിശ്വസിച്ച മറിയമേ, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ആ പൂർണ്ണത അനുഭവിച്ചറിയുവാനും അത് വിശ്വസിക്കുവാനുമുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരുവാനായിട്ട് അമ്മ പ്രാർത്ഥിക്കണമെന്ന് യാചിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമുക്ക് ഇന്നത്തെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നാളെ നമുക്ക് മറ്റൊരു വിഷയവുമായി നമ്മോടൊപ്പം ഈ സമയത്ത് തന്നെ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായി എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
8:15 തന്നെ ശുശ്രൂഷയിൽ പ്രവേശിക്കുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഇപ്പോഴേ നമുക്ക് മാതാവിന്റെ ഒരു ഗാനം ആലപിച്ച് മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരയകറ്റിടണേ, സാത്താനെ ദൂരയകറ്റിടണേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരയകറ്റിടണേ, സാത്താനെ ദൂരയകറ്റിടണേ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ. സ്വർഗമൊരുക്കിയ സ്വർണ്ണാലയമേ, സൃഷ്ടാവിനാലയമേ, പാലിക്കും ദൈവത്തെ പാലുട്ടി താരാട്ടു പാടിയ പുണ്യതായേ. സ്വർഗമൊരുക്കിയ സ്വർണ്ണാലയമേ, സൃഷ്ടാവിനാലയമേ, പാലിക്കും ദൈവത്തെ പാലുട്ടി താരാട്ടു പാടിയ പുണ്യതായേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.